കൗണ്ടറൊക്കെ വരുന്നുണ്ട്, വേഗം വിളിച്ചേക്കാം. ഓക്കെ, സോ 5, 4 ഓക്കെ ആണല്ലോ അല്ലേ? 3, 2, 1, 0. ഒന്നില്ലേ? ലൈറ്റ് ബാക്ക് ടു സീറ്റ്സിലേക്ക് പോവാട്ടോ. താങ്ക് യു. ഇവരാണോ നീ പറയാറുള്ള നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്? ഇതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ സിനിമയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റണ്ട് മാസ്റ്റർ ആണ്. ലെറ്റ്സ് വെൽക്കം കലൈ കിങ്സ്റ്റൺ. യെസ്, കലൈ സാറിനെ ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. മാർക്കോ കണ്ട ആർക്കും ഈ പേര് വിട്ട് കളയാൻ പറ്റില്ല. ഒരു ഗംഭീര ഐഡിയ കൊടുക്കാം നമുക്ക്. വൺസ് അഗൈൻ യെസ്, താങ്ക് യു സോ മച്ച് ആൻഡ് പ്ലീസ് വെൽക്കം സർ. ஸோ வந்தவங்க எல்லாருக்கும் தேங்க்ஸ். ஸோ தமிழில் பேச மலையாளம் அவ்வளோ தெரியாது. ஸோ இந்த படம் ஸ்டார்டிங்கில் வந்து அசாத் தான் கூப்பிட்டது. ஸோ ஸ்டண்ட்டு அக்கிலுக்கு என்ன மாதிரி பண்ணுவாங்க என்னன்னு தெரில. ஸோ மேக்ஸிமம் இருக்கிற டைமில் ரொம்ப கஷ்டப்பட்டு பண்ணாங்கள. ஸோ நாங்களும் எதிர்பார்க்கல இந்த அளவுக்கு சீக்கிரம் கேட்சப் பண்ணுவாங்கன்னு. ஸோ தேங்க்யூ, ஆல் தி பெஸ்ட். ஸோ நெக்ஸ்ட்டு இதில் பேசணுன்னா டிஓபி எல்டோ எங்கே இருக்காது. ஷார்ட் டைமில் எவ்வளோ சீக்கிரம் ஷார்ட் வைக்க முடியுமோ அவ்வளோ சீக்கிரம். ஒரு டேக்கு வந்து 30 ஷார்ட்ஸ் பிளான் பண்ணால் அது 60 ஷார்ட்ஸ் எடுத்து கொடுப்பாரு. ஸோ அந்த அளவுக்கு ஸ்பீடான ஆள். ஸோ டேரக்டர் கதையை எந்த அளவுக்கு சொல்லணுமோ அவ்வளோ சொல்லி என்னை ப்ரிப்பேர் பண்ணது. ஸோ ஒர்க் பண்ணவங்க எல்லாருக்கும் தேங்க்ஸ். அப்புறம் லாஸ்ட்டாக இங்கே லக்ஷ்மி பிரியா லாஸ்ட்டாக ரொம்ப கஷ்டப்பட்டேன், சாரி. ஸோ படம் நல்லா வந்ததுக்கு எல்லாம் தேட்டர் நல்லா பார்த்து நீங்கள் தான் அடுத்த லெவலுக்கு கூப்பிட்டு போகணும். தேங்க்யூ. ஸோ சம்திங் அபவுட் அகிலேட்டனை குறித்து ஏதாவது அதை பற்றி தான் ஃபஸ்ட்டு பேசினேன். தமிழில் பேசணும்னு உங்களுக்கு தெரியலன்னு நினைக்கிறேன். தெரியுதா? நான் அந்த ஸ்டண்டை பற்றி தான். எஸ், ஃபைட் எப்படி இருந்தது? ஃபைட் நல்லா பண்ணது, எஃபெக்ட் போட்டது. இதில் என்ன விஷயம்னா ரிகர்சல் பண்ணுறதுக்கு ட்ரைனிங் பண்ணுற டைம் இல்லை, ஷார்ட் டைமில் நாங்கள் பண்ண ஃபைட் இது. ஸோ அந்த டைமுக்கு அவ்வளோ எஃபெக்ட் போட்டு பண்ணதுக்கு பெரிய விஷயம். ஸோ சின்ன கேப்பு கூட இருக்காது. வாங்க 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 கீழே விழுவாங்க, சின்ன பதவா. ஸோ இப்படி ஒர்க் பண்ணது தான் ഇത്. ആക്ച്വലി 3 ഫൈറ്റ് അല്ല, അത് 3 ദിവസം എടുത്തത്. അപ്പം അത്രയും ഒരുപാട് ലെങ്തുള്ള ഫൈറ്റാണ്. മാത്രമല്ല ഒരു ഗോഡൗണിനുള്ളിലൊരു ഫുൾ ഫൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സ്ട്രെയിനാണ്. പക്ഷേ അത് മാസ്റ്റർക്ക് ഭയങ്കര ഐഡിയ ആണ്. അതാണ് മാസ്റ്റർ ഏറ്റവും വലിയ ക്വാളിറ്റി. ആ ഒരു സമയത്ത് ഞാനാണ് എൻ്റെ ജീവിതത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തൊരു ഫൈറ്റ് കണ്ടിട്ട് പോലുമില്ല. ഇതെന്താ പരിപാടി ഇത്. പക്ഷേ എന്തായാലും താങ്ക് യു മാസ്റ്റർ, നന്നായി വന്നത്. താങ്ക് യു സർ. ആൻഡ് നമ്മുടെ മറ്റൊരു ഹീറോ അഭിഷേക് ശ്രീകുമാർ. യെസ്, പുറകിലോ നിൽക്കുന്നല്ലോ. യാ, പ്ലീസ് വെൽക്കം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നന്ദി പറയേണ്ടത് എനിക്ക് ഈ സിനിമയിൽ അവസരം തന്ന ആൾക്കാർക്കാണ്. ഒന്ന് നമ്മുടെ ഡയറക്ടർ, പ്രൊഡക്ഷൻ കൺട്രോളർ, അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പം ഇവരെല്ലാവരും നമ്മളുടെ ഒരു വിശ്വാസമാണ് എനിക്ക് തന്നിരുന്നത്. ആ വിശ്വാസം ഞാൻ പുലർത്തി. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് സ്റ്റണ്ടൊക്കെ ചെയ്താണെങ്കിലും കലൈ സാറാണെങ്കിലും നമ്മുടെ അടുത്തൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് കോറിയോഗ്രാഫി ചെയ്ത് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ കലൈ സാർ ചെയ്തു തന്നു. പിന്നെ ഡയറക്ടർ സാറാണെങ്കിലും ബാബു സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാർ ഒരു പാമ്പിടിച്ച മനുഷ്യനാണ്. പുള്ളിക്കാരൻ അങ്ങനെ ഒരു അടുത്ത് വന്നിട്ട് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഭയങ്കര സൗമ്യമായിട്ടൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെ ശരിയാക്കാൻ നോക്കിയ ഒരു വ്യക്തിയാണ്. അപ്പം പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ട അഖിലേട്ടനാണ്. അഖിലേട്ടൻ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ജോയിൻ ചെയ്തതാണ്. ജോയിൻ ചെയ്തപ്പോട്ട് നമ്മളോട് കട്ടയ്ക്ക് എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടാകുന്നുണ്ട്. എന്ത് കാര്യം ഇപ്പോൾ നമ്മളിപ്പോൾ ഫൈറ്റ് ആയിക്കോട്ടെ, ആക്ടിങ് ആയിക്കോട്ടെ, എന്ത് കാര്യത്തിനും അഖിലേട്ടൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് നമുക്കിപ്പോൾ അറിയത്തില്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു തന്ന്, പിന്നെ അല്ലാതെ ചുമ്മാ ഇരിക്കുമ്പോഴും നമ്മളോട് കഥകളൊക്കെ പറഞ്ഞ് ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ എൻ്റർടൈനൊക്കെ ചെയ്ത് അപ്പം ഇങ്ങനെയൊക്കെ ഒരു കുറേ നല്ല നല്ല നിമിഷങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഇപ്പോൾ പ്രസീജേട്ടനൊക്കെ ആണെങ്കിലും ഒരുപാട് ഇതിനകത്ത് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ പോലും ഇത് നിന്ന് പോവാതെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച വ്യക്തികളാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളർ ആസാദൊക്കെ എല്ലാവരും. അപ്പം ഇതിൻ്റെ ബാക്കി ഞാൻ പറയാൻ വിട്ടുപോയിരിക്കുക നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അവരെല്ലാവരും കട്ടയ്ക്ക് കൂടെ നിന്ന്. ഇപ്പോൾ ബ്ലസൻ ആണെങ്കിലും കൃഷ്ണമുരളി ആണെങ്കിലും വിജേഷ്, അങ്ങനെ കുറേ പേരുണ്ട്. ഇവരെല്ലാവരും ഇതൊരു കൂട്ടായ്മയാണ്. സിനിമ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മയാണ്. കുറച്ച് പേരെ മാത്രം മെൻഷൻ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇതിനകത്ത് ആദ്യമായിട്ട് എന്നെ സജസ്റ്റ് ചെയ്ത ബാബു സാറിൻ്റെ ബ്രദർ സാബു ചേട്ടനോടൊരു നന്ദി. അപ്പം അവിടുന്നാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. അപ്പം ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി. സിനിമയും കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇവന്റിനെ സപ്പോർട്ട് ചെയ്ത് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ GCC ഡ്രില്ലിംഗ് അക്കാഡമി ആയിരുന്നു. ബ്രാൻഡ് അംബാസിഡർ അഖിലേട്ടൻ തന്നെയാണ് അല്ലേ? യെസ്. അപ്പോൾ അവർക്കുള്ള ഒരു ടോക്കൺ ഓഫ് ലവിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. പ്ലീസ് ജോയിൻ. ഒരു മെമെന്റോ കൊടുത്ത് നമ്മുടെ ഒരു സ്നേഹം ഈ ഒരു അവസരത്തിൽ നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഹാപ്പി ഇഡൻ സർ ആൻഡ് ചാൻഡി ഉമ്മൻ സർ രണ്ടുപേരുടെയും പ്രസൻസ് ഇൻവൈറ്റ് ചെയ്യുന്നു. ലിസൺ സർ പ്ലീസ്.
ഫ്രണ്ടിലിരിക്കുന്ന എല്ലാവരുടെയും പ്രസൻസ് ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് ഒരു കൈയടി കൊടുക്കാമോ പ്ലീസ്? അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇവന്റ് നമുക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്ത് ഇത് സക്സസ് ആക്കാൻ നമ്മൾ കൂടെ നിന്ന സ്പോൺസർ ടീമാണ്. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ഓക്കെ, കുറേ നേരമായിട്ട് നമ്മൾ ഒത്തിരി പേരുടെ സംസാരങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും സ്റ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അഖിലേട്ടിന് വേണ്ടിയിട്ടാണ്. പ്ലീസ്. ഈശ്വരന് നന്ദി. അതിനുശേഷം പറയാനുള്ളത്, ഈ സിനിമയിലേക്ക് എന്നെ നിയോഗിച്ചൊരു ശക്തിയുണ്ട്. ആ ശക്തി യഥാർത്ഥത്തിൽ ആസാദിക്കയിലൂടെയാണ് വരുന്നത്. ഡയറക്ടറിനെ മുമ്പ് വിളിച്ചിരുന്നെങ്കിലും ഞാൻ അന്ന് ജർമ്മനിയിലായിരുന്ന സമയത്ത് ഞാൻ ഒഴിഞ്ഞതാണ്. എന്നെ ഇങ്ങനെ പല പടങ്ങൾക്ക് മുമ്പ് പലരും സംസാരിച്ചപ്പോഴും ഞാൻ പലവിധ കാരണങ്ങളാൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഡയറക്ടർ ആദ്യം വിളിച്ച സമയത്ത് ഞാനന്ന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നീട് ആസാദിക്ക ഭയങ്കരമായിട്ട് പുഷ് ചെയ്യണേ അതെന്തോ ആസാദിക്കയിലൂടെ എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു നിയോഗം എനിക്ക് ഉണ്ടായിരിക്കാം, ഞാനത് ചെയ്യണം എന്നൊരു തീരുമാനം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്നെ പിടിച്ചു വലിച്ചുകൊണ്ടൊന്ന് അഭിനയിപ്പിച്ച ഒരാളാണ്. അതിൻ്റെ നന്ദി ഞാൻ ആദ്യം അറിയിക്കുകയാണ്. പിന്നീട് ഇന്ന് ഇപ്പോൾ ഈ ഇവന്റിലേക്ക് എത്തുന്ന സമയത്ത് അതുപോലെ എൻ്റെ പ്രൊഡ്യൂസർ പ്രൊസീജറും ഈ സിനിമയുടെ ക്യാമറമാൻ എൽബൻ മാസ്റ്റർ ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മികച്ച രീതിയിൽ ചെയ്തൊരു സിനിമയാണ് മുള്ളൻകൊല്ലി. ബഡ്ജറ്റ് കൊണ്ട് വളരെ ചെറുതും എന്നാൽ കണ്ടന്റും ക്വാളിറ്റിയും കൊണ്ട് ഒരു വലിയ സിനിമയാണ് മുള്ളൻകൊല്ലി. വളരെ ചെറിയ പൈസയ്ക്ക് ഇന്ന് മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സിനിമ വിറ്റുപോകാത്തതും സിനിമയുടെ ബഡ്ജറ്റ് കൂടി പോകുന്നതാണ്. എങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ഒരു സിനിമ എങ്ങനെ ചെയ്യാമെന്നത് പഠിക്കാൻ പറ്റിയ ഒരു നല്ല പ്രൊഡക്ഷൻ ടീമാണ് മുള്ളൻകൊല്ലിയുടെ എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. കാര്യം ഇതിന് എത്രത്തോളം പൈസ ചിലവായിട്ടെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. പക്ഷേ അതേസമയം ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തില്ല. കാര്യം 100% സിനിമയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സമയവും ജീവിതവും മാറ്റിവെച്ച കുറച്ച് ടെക്നീഷ്യന്മാരും അതോടൊപ്പം തന്നെ എൻ്റെ നിർമ്മാണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും, പ്രത്യേകിച്ച് ക്യാമറമാൻ എബിനോട് ഒരു പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടാണ് പണിയെടുത്തത്. പല ടേക്കുകളും പലതും സിംഗിൾ ടേക്കാണ്. അപ്പം എൽബൻ എനിക്കൊരു പേര് വിട്ടു, സിംഗിൾ ടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും സിനിമ നന്നായി വന്നതിൽ സന്തോഷം. അപ്പോൾ അഭിനയിച്ചവർക്ക് എല്ലാവർക്കും 1000 നന്ദി സ്നേഹം അറിയിക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു സിനിമയുടെ ട്രെയിലറായിരിക്കും. അത് ഒരു സൗഹൃദം കൊണ്ടും അടുത്തിടെ പല വിഷയങ്ങളിലും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം എനിക്ക് ഈ അടുത്ത തവണ ഭരണം മാറി വരാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കാനും കോൺഗ്രസ് നിലനിൽക്കാനും വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു മറ്റാരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ എല്ലായ്പ്പോഴും പ്രതിപക്ഷ സ്വരമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് മാത്രമാണ് കുറച്ച് പേർക്ക് എന്നുള്ള വിരോധം. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് രാഷ്ട്രീയം കാണണ്ട, എൻ്റെ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് വന്നവരാണ്. അവർക്ക് തീരാത്ത നന്ദി അറിയിക്കുകയാണ്. തിരക്കിനിടയിൽ ഒരു ഓടിയെത്തി. അതുകൊണ്ട് ഹൈബിചേട്ടനും ചണ്ടിച്ചേട്ടനും രണ്ടുപേർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഒരുപാട് പേരെ വിളിച്ചു, പക്ഷേ പലരും പലവിധ കാരണങ്ങൾ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം സിനിമയുടെ പ്രിവ്യൂ സമയത്ത് വരും, പലരും പല ഷൂട്ടിലും മറ്റുമൊക്കെയാണ്. അപ്പം ഞാൻ വിളിച്ച് എന്നെ സ്നേഹം അറിയിച്ച മലയാള സിനിമയുടെ നിരവധി പ്രഗത്ഭ വ്യക്തിത്വങ്ങളുണ്ട്, ഗുരു കാരണവന്മാരുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ലിസ്റ്റും ചേട്ടനും പ്രത്യേക നന്ദി. അതോടൊപ്പം തന്നെ അഭിലാഷ് പിള്ള, രഞ്ജൻ, ഈ രണ്ടുപേരും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, സിനിമയിൽ എൻ്റെ ഭാഗമാണ്. കാരണം ഒരു 6-7 വർഷക്കാലം മുന്നേ ഞങ്ങൾ ഒരുമിച്ച് കാണുന്ന സമയത്ത് അന്ന് രഞ്ജൻ മാത്രമാണ് മലയാള സിനിമയിൽ ജോസഫ് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട് നിൽക്കുന്നത്. അഭിലാഷ് തൻ്റെ സ്വപ്നങ്ങളുമായി, ഞാൻ അന്ന് 2018 എഴുതിയൊരു ഫേസ്ബുക്ക് റൈറ്റപ്സ് ഉണ്ട്, അഭിലാഷ് മലയാള സിനിമ കീഴടക്കാൻ പോകുന്നു. ഈ അടുത്തിടെ ഞാൻ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ്, എല്ലാ ദിവസവും സിനിമ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തി. അയാൾ നിരവധി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിരവധി പ്രോജക്റ്റുകൾ ഓണാക്കിക്കൊണ്ടിരിക്കുന്നു. മലയാള സിനിമയുടെ അഭിഭാജ്യ ഘടകമായി മലയാള സിനിമയിൽ നിലവിൽ റൈറ്റർമാരുടെ ഒരു അത്ഭുതമാണ് രഞ്ജൻ. കാര്യം 1 വർഷം 2 വർഷം എടുത്താൽ പോലും അഭിലാഷ്, കാര്യം 2 വർഷം കൊണ്ട് പോലും ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ കഴിയാത്തവർക്കിടയിൽ 2 ദിവസം കൊണ്ട് പ്രോജക്റ്റ് ഉണ്ടാക്കി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട അഭിലാഷ് 1000 സ്നേഹം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ 1000 സ്നേഹം. ബിഗ് ബോസിൽ എൻ്റെ ഒപ്പം മത്സരിച്ചവർ സെറീന, അതുപോലെ ശോഭ വന്നിട്ടുണ്ട്, ബിഗ് ബോസിലെ സീസൺ 5 മറ്റുള്ളവർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ജാൻമണി ഒക്കെ ഞാൻ കാണുന്ന എല്ലാവർക്കും, വിഷ്ണു അതുപോലെ CCF മെമ്പേഴ്സ്, പ്രിയപ്പെട്ട ഓൺലൈൻ സുഹൃത്തുക്കൾ, എല്ലാവർക്കും നന്ദി അറിയിക്കാനാണ് ഞാൻ വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ സിനിമ മികച്ച ശ്രീചേട്ടൻ, ഇനി വിട്ടു, ഇനിയിപ്പോൾ തീത്തോട് കേൾക്കണം എല്ലാവരും. അതിന് ആരും പേര് ഞാൻ പറയുന്നില്ല, സച്ചിൻ ബേബി ഉൾപ്പെടെ, കേരള രഞ്ജി ക്യാപ്റ്റൻ സച്ചിൻ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും 1000 സ്നേഹം അറിയിക്കുകയാണ്. പേര് വിട്ടു വരണ്ടോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി അറിയിക്കുകയാണ്. സിനിമ പരമാവധി എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം. അപ്പോൾ രതീഷ് ഉൾപ്പെടെ എല്ലാവരും അതിൻ്റെ പേരുള്ള ഓർമ്മ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും 1000 നന്ദി, താങ്ക് യു. അപ്പോൾ ഞാൻ ഇവരെ ഒന്ന് വിടുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അഖിൽ മാരാർ അഭിനയിച്ച ഒരു സിനിമയുടെ ടീസറാണ് നമ്മളെല്ലാവരും ചേർന്ന് ഇന്ന് പുറത്തിറക്കിയിട്ടുള്ളത്. പ്രതിഭാശാലിയായ ഒരു കലാകാരൻ എന്നാണ് എനിക്ക് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആർക്കൊന്നും തോന്നരുത്, ഞാൻ സിനിമ ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണെങ്കിലും
ഞാൻ കാണാത്തൊരു സാധനമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. പക്ഷേ മലയാളികൾക്ക് അഖിലിനെ പരിചയം ബിഗ് ബോസ് എന്ന ഒരു സീരീസിലൂടെയാണ്. ആ പ്രോഗ്രാമിലാണ് മലയാളികളുടെ മനസ്സിൽ അഖിൽ ഇടം നേടിയത്. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊരു വീഡിയോ കാണുമായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ ഒരു ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടു. അത് മറ്റാരുമല്ല, അഖിലായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ അതിജീവിച്ച് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും നേടിയെടുത്ത ഒരു സ്ഥാനമാണ് മലയാളികളുടെ പൊതു മനസ്സുകളിൽ ഇടങ്ങളിൽ. അതാണ് അഖിൽ മാരാർ. അഖിൽ മാരാർ എന്ന നടൻ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് വിലയിരുത്തേണ്ടത്. എനിക്കെപ്പോഴും ടീസർ കണ്ടിട്ട് എനിക്ക് ഒരു സംശയമുള്ളത് വില്ലനാണോ ഹീറോയാണോ എന്നുള്ളതാണ്. കാരണം അതിലെ ഷോർട്സ് കാണുമ്പോൾ വളരെ നന്നായി ഒരു യങ് ടീമിൻ്റെ ഒരു പ്രൊഡക്ഷൻ, നല്ല മനോഹരമായ ഷോർട്സും ആംഗിൾസും കണ്ടു. സിനിമ ആസ്വദിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലുള്ള അഭിപ്രായം മാത്രമാണ്. ഇന്നലെ 3 മണിയായി രാവിലെ F1 ഫോർമുല കണ്ടിട്ട് F1 കണ്ടു കഴിഞ്ഞ് വന്ന് രാത്രി ഇന്നലെ 11:30 ഷോയ്ക്കാണ് പോയത്. അപ്പോൾ സിനിമ എല്ലാം കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ടീമിൻ്റെ നല്ലൊരു ആശയം മിഡ് നൈറ്റ് ഇൻ മുള്ളംകൊല്ലി. എനിക്ക് തോന്നുന്നു അഖിലിൻ്റെ ഇടപെടൽ കൊണ്ടും നല്ലൊരു ടീമിൻ്റെ പ്രവർത്തനം കൊണ്ടും മലയാളികൾ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത് ടീസർ വളരെ നന്നായി വന്നിട്ടുണ്ട്. ഞാൻ ഐ ആം വിഷിംഗ് ദി എൻറ്റയർ ടീം ദ വെരി ബെസ്റ്റ് വിഷസ്. അപ്പോൾ നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഏതായാലും അഖിൽ ഞങ്ങളുടെ എല്ലാം ഒരു നല്ല സുഹൃത്താണ്. അഖിലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹം ചുവട് വയ്ക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എല്ലാത്തിനും അതിജീവിച്ച് വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ സിനിമയിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഐ വിഷ് ഹിം ആൻഡ് ദി എൻറ്റയർ ടീം ദ വെരി ബെസ്റ്റ്. താങ്ക് യു. Thank you so much, sir. And now let's welcome Chanti Umman, sir. പ്രിയപ്പെട്ട അഖിലിൻ്റെ വളരെ നല്ലൊരു സ്റ്റാർട്ടിങ് ആവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. തീർച്ചയായിട്ടും അഖിലിനെ ഹൈബി പറഞ്ഞ പോലെ മലയാളത്തിന് പരിചയം ബിഗ് ബോസിലൂടെയാണ്. ഹൈബിയിലൂടെയാണ് ഞാനും കാണാറില്ല. ഞാനും അങ്ങനെ കാണുന്ന ഒരു പരിപാടിയല്ല. എങ്കിൽ പോലും എൻ്റെ ഇലക്ഷൻ സമയത്ത് എൻ്റെ പ്രചരണത്തിന് വേണ്ടി അഖിൽ വളരെയധികം വന്നു. തൊട്ട് മുമ്പ് എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള കുടുംബസംഘം വന്നപ്പോഴും വന്നു. അങ്ങനെ അടുത്ത ബന്ധം അദ്ദേഹവുമായിട്ട് ഉണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എല്ലാ ആശംസകളും അദ്ദേഹത്തിൻ്റെ വെഞ്ചുവറിന് നേരുകയാണ്. ട്രെയിലർ എനിക്ക് തോന്നുന്നു നല്ലൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കിയാണ്. നല്ലൊരു ഫിലിമിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കിയാണ്. വലിയൊരു സക്സസ്സായി മാറട്ടെ. അഖിലിൻ്റെ ജീവിതം പോലെ തന്നെ തുടക്കം തൊട്ട് ഇങ്ങോട്ട് സക്സസ് ആയതുപോലെ തന്നെ ഈ ഫിലിമും തുടക്കം തൊട്ട് സക്സസ്സായി വലിയൊരു ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു സോ മച്ച്. ലിസൺ ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ട്രെയിലർ കണ്ടിട്ട്? സാധാരണഗതിയിൽ അഖിൽ മാരാർ ഓൺലൈനിലൊക്കെ വന്നിട്ട് മറ്റുള്ളവരെ കൊല്ലുന്നതാണ് സാധാരണ കാണാറ്. അപ്പം അഖിൽ വന്നിട്ട് ഒരു പടം ചെയ്യുമ്പം ആ ടൈറ്റിലിൽ പോലും ആ കൊല്ലലിൻ്റെ ഒരു ഇത് ചേർത്തിട്ട് മുള്ളം കൊല്ലി എന്ന് പറഞ്ഞ് പ്രേക്ഷകർക്ക് മുന്നിൽ വരുവാണ്. വളരെയധികം സന്തോഷം. ഞാൻ ഒരു പ്രാവശ്യം കണ്ണൂർ പോയിക്കൊണ്ടിട്ടിരുന്നപ്പോൾ ആ ഫ്ലൈറ്റിൽ അഖിലും ഉണ്ടായിരുന്നു. അപ്പം ഈ പടത്തിൻ്റെ ഞാനൊരു പടം ചെയ്യുന്നുണ്ട്, പടത്തിൻ്റെ ഷൂട്ട് നടക്കുവാണ് എന്ന് പറഞ്ഞു. അപ്പം ആ സിനിമയുടെ ട്രെയിലർ ലോഞ്ചാണ് ഇന്ന്. വളരെ ഭംഗിയായിട്ട് ഒരു പുതുമുഖം എന്നുള്ള രീതിയിൽ സിനിമയിൽ അഖിൽ അഭിനയിക്കുന്ന പുതുമുഖമായിട്ടാണെങ്കിലും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള നല്ല എഫേർട്ട് എടുക്കുന്ന സ്മാർട്ടായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് അഖിലിന്. അപ്പം ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും, അഭിനേതാക്കളായിക്കോട്ടെ, മറ്റ് ടെക്നീഷ്യൻ ആയിക്കോട്ടെ, ഇതിൻ്റെ ഡയറക്ടർ ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു വലിയ വിജയം ആശംസിക്കുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. അഖിലിനെ പറ്റി എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ എല്ലാവരോടും അഖിലിനെ പറ്റി പൊക്കി പറയാനാണ് പോകുന്നത് അറിയാം. പക്ഷേ അഖിലിനെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അവൻ്റെ വളർച്ച അടുത്തുനിന്ന് കാണാൻ പറ്റിയ ഒരാളാണ് ഞാൻ. കാരണം ഞാനും അഖിലൊക്കെ തുടങ്ങുന്ന ഒരേ സമയത്താണ്, ഒരേ
ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കാലത്ത് ഞങ്ങൾ പലപ്പോഴും ഒരുമിച്ച് നിന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ അഖിൽ പറയുന്നൊരു കാര്യമുണ്ട്, അളിയ നമ്മളൊരു സമയത്ത് ഒരു വേദിയിൽ മുന്നിൽ വന്ന് നിന്ന് നമ്മൾ അഭിമാനത്തോടെ സംസാരിക്കുമെന്ന്. എൻ്റെ ആദ്യ സിനിമ അടക്കുമ്പോൾ അഖിൽ വിളിച്ച് പറഞ്ഞു, അളിയ ഞാൻ ഉടനെ തന്നെ ഞാനും സിനിമ ചെയ്യും. അവൻ സിനിമ ഡയറക്റ്റ് ചെയ്തു, ബിഗ് ബോസിൽ പോയി. ഈ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് ഞാൻ അഖിലോട് പറയുന്നത്, ഒന്നെങ്കിൽ നീ ആയിത്തറ കൊണ്ട് തന്നെ അടി ഉണ്ടാക്കി ഇറങ്ങി വരും, അല്ലെങ്കിൽ നീ കപ്പോട്ട് വരും. ഞാൻ കപ്പോട്ട് വന്നു. ഇനി എനിക്ക് ഈ പടം കാണുമ്പോൾ എനിക്ക് അതിശയമൊന്നുമില്ല. നാളെ രാജമൗലി സാറിൻ്റെ പടത്തിൽ അവൻ അഭിനയിക്കാൻ പറയുന്നതിന് വലിയ അതിശയമൊന്നും പറയാനില്ല. അവൻ അങ്ങനെ എത്തും എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ അത് ഹാർഡ് വർക്ക് തന്നെയാണ്. അപ്പം നിൻ്റെ ദിവസമാണ്, നിൻ്റെ ഹാർഡ് വർക്കാണ് ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് സുഹൃത്തുന്ന രീതിയിൽ. അപ്പോൾ ഇനിയും ഒരുപാട് ഉയർച്ച അഖിലിന് കിട്ടട്ടെ. ഒപ്പം ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ആശംസകൾ. അഭിനയിച്ച എല്ലാവർക്കും, ടെക്നീഷ്യൻസിനും ഒക്കെ ഈ സിനിമ ഒരു വലിയ വിജയമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ, താങ്ക് യു. ഇങ്ങനൊരു സിറ്റുവേഷനിൽ എന്ത് പറയണം തന്നെ ഞാൻ ഐസായി നിൽക്കുക. കാരണം ഈ ഒരു രീതിയിലേക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഇവരെല്ലാം പറഞ്ഞതുപോലെ ഈ മൂവി എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് വൻ വിജയമാക്കി തരണം തന്നെയാണ്. ഒരുപാട് വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരുപാട് പേരുടെ ഏറെ നാളത്തെ അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കഷ്ടപ്പാടിലൂടെ വന്ന ഒരു പ്രോഡക്റ്റാണ്. തീർച്ചയായിട്ടും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ മീഡിയാസിനോടും ഞാൻ പറയുന്നത്, എന്നെ വിട്ട് കളഞ്ഞാലും അഖിൽമാരെ ആരും വിട്ട് കളഞ്ഞാൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ ടൈറ്റിൽ സോങ്ങും പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈറ്റിൽ മുതൽ എൻഡ് ടൈറ്റിൽ വരെ ഫുള്ള് ത്രില്ലിങ് എലമെൻറ്റിലുള്ള മൂവിയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഭാഗവും പിന്നെ ആ ഒരു എലമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ശ്രമിച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ. പിന്നീട് ഇത് നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കുക. എന്തായാലും വളരെ അധികം സന്തോഷമുണ്ട്. എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കെല്ലാം അറിയാം, അഖിൽജി ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷം. ഈ വർക്ക് ഈ രീതിയിൽ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൺട്രോളർ ആഫാദൊക്കെ അടക്കം എല്ലാവരും, ഓരോ പേര് ഞാൻ പറയുന്നില്ല, എങ്കിലും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് സിനിമ അതിന് പ്രേക്ഷകരാണ് അഭിപ്രായം പറയേണ്ടത്. അപ്പം ഇല്ല, വളരെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു ഫാമിലി ആയിരുന്നു. നമുക്ക് വളരെ ചെറിയൊരു ബഡ്ജറ്റ് ചെയ്താണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ആൾക്കാരും കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഒത്തിരി സന്തോഷം എല്ലാവരോടും. അഖിൽ എന്ന് ഇപ്പോൾ അഭി പറഞ്ഞ പോലെ ഞാനും അഭിക്ക് ഒരേ സമയത്ത് സിനിമകൾ ചെയ്തു തുടങ്ങിയതാണ്. ആ സമയത്ത് തന്നെ അഖിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ആളാണ്. അപ്പം ഞങ്ങൾ ബാക്കിലിരുന്ന് പറയായിരുന്നു, ഒരു അതിശയവുമില്ല അഖിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ. കാരണം എനിക്ക് ഏറ്റവും 2018-19 സമയത്ത് ഞാൻ ജോസഫ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് അഖിൽ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഒരുപാട് സമയത്ത് കൂടിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അഖിൽ പറയുന്ന തോട്ട്സ് ഇതൊക്കെ ഇപ്പോൾ സംഭവിക്കാനാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറം അഖിൽ സംഭവിപ്പിച്ച് കാണിച്ചു തന്നു എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ അഭി പറഞ്ഞ പോലെ ബിഗ് ബോസിൽ ആ കിരീടം ചൂടി നിൽക്കുമ്പോൾ ഏറ്റവും അഭിമാനിച്ച കുറച്ച് ആൾക്കാരിൽ ഒരാൾ ഞാനായിരുന്നു. കാരണം അഖില് നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച കാര്യങ്ങൾ സംഭവിപ്പിച്ചെടുത്ത ആളാണ്. അപ്പോൾ ശരിക്കും ഒരു റോൾ മോഡൽ തന്നെയാണ്. പിന്നെ ഇന്നലെ ഒരു ഇന്റർവ്യൂ സുമതി വളവിനെ റിലേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അഭിലാഷിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞത് അഖിലിനെയാണ്. കാരണം ഈ രണ്ടുപേരുടെ DNA വേറെയാണെങ്കിലും രണ്ടുപേരുടെ രീതികൾ ഒന്നാണ്, രണ്ടുപേരുടെയും സ്വപ്നങ്ങളെ എത്തിപ്പെടുന്ന രീതി ഒന്നാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് അളിയ. വിളിച്ചാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബ്രദറിനെ പോലെ ഉള്ള ഒരാളാണ് ആസാദ് കർണാടിക്കൽ, ഞങ്ങളുടെ നൗഷാദ് ഖാൻ. അപ്പോൾ അദ്ദേഹം ക്ഷണിച്ച് വന്ന ഇവൻ്റാണ്. എനിക്ക് പറയാവുന്ന ഈ സിനിമയുടെ ടൈറ്റിൽ മുല്ലൻകൊല്ലി, മിഡ്നൈറ്റിൽ മുല്ലൻകൊല്ലി, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പം എനിക്കറിയാം ഓരോ സിനിമയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് അതിഗംഭീരമായി വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു മൂവിയിൽ അഭിനയിച്ചാണ് ഒരാൾ സൂപ്പർ സ്റ്റാർ ആവുക. ഇതൊരു സൂപ്പർ സ്റ്റാർ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അഖിൽ മാരാർ നമുക്ക് എല്ലാവർക്കും ഒരു സൂപ്പർ സ്റ്റാർ ആണ്. സോ ഹിസ് ഫസ്റ്റ് ഫിലിം. അപ്പോൾ സൂപ്പർ സ്റ്റാർ ആദ്യമായിട്ട് അഭിനയിക്കുന്ന മൂവി എന്നൊരു പ്രത്യേകതയുണ്ട്. ഒരുപാട് ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, വിശ്വസിക്കുന്ന, ബഹുമാനിക്കുന്ന ആളാണ്. അതിലൊരാളാണ് ഞാൻ, അഖിൽ മാരാർ സർ. സോ വെരി ഹാപ്പി ഈ ഒരു ഇവൻറ്റിൽ എനിക്ക് ഭാഗമാകാൻ പറ്റിയത്. തീർച്ചയായിട്ടും ഈ സിനിമ ഫസ്റ്റ് ഡേയിൽ ഞാൻ തിയേറ്ററിൽ പോയി കാണും, നിങ്ങളെല്ലാവരും വരണം. പിന്നെ അഖിൽ മാരാർ കൂടാതെ മറ്റൊരു സൂപ്പർ സ്റ്റാർ ഈ മൂവിയിലുണ്ട്. അതെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നവാസ് പള്ളിക്കുന്നാണ്. എൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഫ്രണ്ടാണ്. അത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് പൂർണ്ണമായും കാണാൻ സാധിച്ചിട്ടില്ല സിനിമകളിൽ.
ഇനി വരുന്ന സിനിമയിൽ അത് തീർച്ചയായിട്ടും കാണാൻ പറ്റും. സോ ഐ എം വെരി എക്സൈറ്റഡ് ടു സീ ഹിസ് പെർഫോമൻസ് as well. Thank you. Thank you so much. And now let's welcome Zarina ma'am. Please. നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ ഒരു പടത്തിൻ്റെ ട്രെയിലർ ലോഞ്ച് ഇത്രയും അധികം ഗ്രാൻഡായിട്ട് നിങ്ങൾ എവരുടെയും മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ ആരോടൊക്കെ നന്ദി പറഞ്ഞാൽ തീരും. ആസാദിക്ക, ബാബു ജോൺ സർ, എൻ്റെ കോ ആക്ടേഴ്സ് അഖിലേട്ടൻ, അബി, അതുൽ, ലക്ഷ്മി, കൃഷ്ണപ്രിയ, ഓൾ ഓഫ് ദി എൻറ്റയർ ടീം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആസ് മെൻഷൻഡ് ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ അപ്പിയറൻസ് ആണ്. വെരി മച്ച് ലുക്കിംഗ് ഫോർവേഡ്. ഒരു ത്രില്ലർ, ഒരു സൈക്കോ ത്രില്ലർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ക്യൂരിയോസിറ്റി വരുന്ന ഒരു ജോണറാണല്ലോ. അപ്പം അതുപോലെ തന്നെ ക്യൂരിയോസിറ്റി കൊണ്ടുവരാൻ ഞങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ. ആസ് സെഡ്, ഫ്രഷ് പ്രൊഡക്ഷൻ, ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. നമുക്ക് സൂൺ തിയേറ്റേഴ്സിൽ കൊണ്ടുവരാം. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ പ്രസൻസ് ഹിയർ. താങ്ക് യു. അഖിലേട്ടാ, അപ്പം ട്രെയിലർ കണ്ടെടുത്തോളം നമ്മളെല്ലാവരും ഒരു ത്രില്ലർ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ത്രില്ലർ എക്സ്പെക്ട് ചെയ്ത് വരുന്ന പ്രേക്ഷകർക്ക് ശരിക്കും ഞെട്ടിക്കുമോ? അല്ല, ഞെട്ടൽ എന്നതിനേക്കാൾ ഉപരി ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് തൃപ്തികരമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. അതാണല്ലോ അൾട്ടിമേറ്റ്ലി വേണ്ടത്. സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുന്നൊരു പ്രേക്ഷകന് അവൻ്റെ 2 മണിക്കൂർ വേസ്റ്റായി എന്നൊരു തോന്നലുണ്ടാവാൻ പാടില്ല. അതിങ്ങൾക്ക് ഉണ്ടാവില്ല, ഉറപ്പിക്കാം. അത് ഞാൻ കണ്ടെടുത്തോളം. ഇനി അതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോരുത്തരുടെ മനസ്സ് വ്യത്യസ്തമാണ്. നമ്മുടെ എല്ലാവരും ടേസ്റ്റ് വ്യത്യസ്തമാണ്. ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. പക്ഷേ 100% അങ്ങനൊരു ഒരാൾക്ക് ഒരു കുറ്റങ്ങൾ കണ്ടെത്താൻ പറ്റുന്നൊരു സിനിമയല്ലത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പരിമിതികളെന്നൊക്കെ പറഞ്ഞ ഒരു എക്സ്ക്യൂസ് ഒന്നും ഞാൻ പറയുന്നില്ല. സിനിമ നന്നായി വന്നിട്ടുണ്ട്. വളരെ വേറിട്ട അഭിപ്രായങ്ങളുള്ള ഒരാളാണ് അഖിലേട്ടൻ. വേണ്ട, എങ്ങനെ വേണ്ടേ? ഇല്ല. ഓക്കെ. അപ്പം ഈ കഥ എന്തുകൊണ്ടാണ് ഒരു ഡിഫറെൻ്റ് ആണെന്ന് തോന്നാൻ? അല്ല, അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ സിനിമ വന്നതുമല്ല. അല്ല, ആക്ച്വലി സിനിമയിലേക്ക് ഞാൻ അതാ തുടക്കത്തിൽ പറഞ്ഞത്. ഞാൻ ഈ കള്ളം പറഞ്ഞ് സംസാരിക്കുന്ന താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. സിനിമയിലേക്ക് അഭിനയിക്കാൻ എനിക്ക് ആക്ച്വലി ബിഗ് ബോസ് കഴിഞ്ഞപ്പം കുറേ അവസരങ്ങൾ വന്നിരുന്നു. ഈ സബ്ജക്റ്റ് ആക്ച്വലി ബാബുവേട്ടൻ എന്നെ ആദ്യം വിളിച്ച സമയത്തും ഞാൻ നേരത്തെ എല്ലായിടത്തും പറയുന്ന കണക്ക് ഞാൻ ഉള്ളി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മാത്രമാണ് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം നോക്കിയത്. സിനിമ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ആണ്. എല്ലാവരുമായിട്ട് സൗഹൃദം കൊണ്ട് അടുപ്പമുണ്ട്. എപ്പോൾ വിചാരിച്ചാലും എനിക്ക് സിനിമ ചെയ്യാം. അഭിനയിക്കണം എന്നുള്ള വലിയ ആഗ്രഹമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരുടെ അഭിനയിക്കുന്നതിനെ പറ്റി പറഞ്ഞതുമില്ല. അപ്പോൾ ഈ ബാബുവേട്ടൻ എന്നെ വിളിച്ച സമയത്ത് ഞാൻ ഒഴിഞ്ഞു മാറിയതാണ്. പക്ഷേ പിന്നീട് ആസാദൊക്കെ വിളിച്ചു. ആസാദൊക്കെ അതായത് ഒരു ഡയറക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ എന്നോട് ഈ സിനിമയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കൺഫ്യൂഷൻസൊക്കെ അവർ ക്ലിയർ ചെയ്ത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഒരു നിയോഗം പോലെയാണ്. അപ്പോൾ ഇത് സംഭവിക്കേണ്ടതാണ്, ഞാനിതിൽ അഭിനയിക്കേണ്ടതാണ്, ഇത് ഇന്ന് നിങ്ങൾ കാണേണ്ടതാണ്, നാളെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവേണ്ടതാണ്. അപ്പോൾ സംഭവിക്കാനുള്ളത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായതാണ്. അത് മാത്രമല്ല, 2-3 കാരണങ്ങൾ മറ്റൊക്കെ ഉണ്ട്. അത് വരുന്ന സമയത്ത് ഞാൻ പറയാം. അതായത് ഈ സിനിമയിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ച മറ്റു ചില ഘടകങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ചും കൂടെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഘടകങ്ങളാണ് എന്നാണ് സത്യം. ഓക്കെ. സംവിധായകനായിട്ടാണ് ആദ്യം നമ്മൾ അഖിലേട്ടനെ ആദ്യമായി കാണുന്നത്. ശേഷം ഇപ്പം നായകനായി സിനിമയിലേക്ക് എത്തുന്നു. മുൻപോട്ട് നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? സംവിധായകനായിട്ട് പ്രതീക്ഷിക്കണോ അതോ ഒരു നായകനായിട്ട് തന്നെ പ്രതീക്ഷിക്കണോ? അഖിൽമാരായിട്ട് പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ. താങ്ക് യു. ഇങ്ങനെയുണ്ടോ? ആൻഡ് സരിത സുരേഷ് ആൻഡ് ഷൈൻ താസ് രണ്ടുപേരെയും ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് ജോയിൻ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമുക്ക് ഡയറക്ഷൻ ആണോ അഭിനയമാണോ ഏറ്റവും ഈസിയായി കംഫർട്ടായി തോന്നിയത് അഖിലേട്ടൻ? അല്ല, ഇത് ആക്ച്വലി ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നൊരു ക്ലീശേ ചോദ്യമാണ്. അഭിനയം പൊതുവെ താരതമ്യേന എളുപ്പമാണ്. ഡയറക്ഷനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന എളുപ്പമാണ് എന്ന് കരുതി അഭിനയം എളുപ്പമെന്നല്ല എൻ്റെ അർത്ഥം. ഇനി അങ്ങനെ പറഞ്ഞാൽ അഭിനയം വളരെ ഈസി എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി വിട്ടുകളെ. താരതമ്യം ചെയ്ത് നോക്കിയാൽ സംവിധാനത്തെക്കാട്ടി എളുപ്പം അഭിനയമാണ്. എഫേർട്ട്ലെസ് ആണ് കുറച്ചുകൂടെ. മറ്റേത് കുറച്ചും കൂടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരുപാട് ആൾക്കാരുടെ മനോഭാവങ്ങളും ഒരുപാട് ആൾക്കാരുടെ ചിന്തകളും ഒക്കെ ചിന്തിച്ച് പ്രേക്ഷകരെങ്ങനെ ചിന്തിക്കുന്നതിനൊക്കെ ചിന്തിച്ച് വേണം നമ്മളൊരു സിനിമ സംവിധാനം ചെയ്യാൻ. അതിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനേക്കാട്ടും പ്രയാസമാണ് റൈറ്റർ. ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും പ്രയാസമുള്ള പണി റൈറ്ററുടെ പണിയാണ്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരാളല്ലല്ലോ ഡയറക്ടർ. മോണിറ്ററിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആക്ഷനും കട്ടും പറയുന്ന ഒരാളല്ല ഇന്ന് ഡയറക്ടർ. ഇന്ന് എല്ലാവരും ഡയറക്ടറാണ്. ക്യാമറമാൻ ഡയറക്ടറാണ്, കോസ്റ്റ്യൂം ചെയ്യുന്ന ഡയറക്ടറാണ്. എല്ലാവർക്കും എന്ന് വെച്ചാൽ അവരുടെ എല്ലാ ഇടപെടിയും ഇന്ന് സിനിമയിലുണ്ട്. അതൊക്കെ സിനിമയ്ക്ക് നല്ലതുമാണ്. പണ്ടെന്ന് പറയുന്നത് ഒരു സംവിധായകൻ എന്ന് പറയുന്ന ഒരാളുടെ മാത്രം അൾട്ടിമേറ്റ് ഡിസിഷനായിരുന്നു സിനിമ. ഇന്ന് അഭിനയിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ പലപ്പോഴും സംവിധായകനെ സഹായിക്കാറുണ്ട്. പക്ഷേ എഴുത്തിനെ സഹായിക്കാൻ പ്രത്യേകിച്ച് ആരും വരാറില്ല. ഇവിടെ എഴുത്തുകാരൻ്റെ പണിയാണ് ഏറ്റവും പ്രയാസമുള്ള പണി. ശൂന്യതയിൽ നിന്ന് ഇത് സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രയാസമുള്ള പണി. ഞാനൊക്കെ സിനിമ ചെയ്യാൻ മടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ടാണ്. കാരണം ഇനി ആൾക്കാർക്ക്
ഇപ്പം നമ്മളുടെയൊക്കെ മനസ്സിലുള്ള സിനിമകളൊക്കെ ആക്ച്വലി സത്യനന്ദിക്കാടിനെയും ശ്രീനിവാസൻ സാറിനെയും ഐവിശ സാറിനെയും ഒക്കെ ആരാധിച്ച് വന്നിരുന്ന കാലഘട്ടത്തിൽ നിന്ന് സിനിമ പഠിച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച് അന്ന് 2007, 2008 കാലഘട്ടം തൊട്ട് കഷ്ടപ്പെട്ട് തുടങ്ങി ആ യാത്ര വന്ന് അവസാനിച്ച് 2020 സിനിമ എടുക്കുമ്പോൾ സിനിമ മാറി. ഇപ്പം പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറിയ സിനിമകൾക്കനുസരിച്ച് പഠിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇനി പഠിച്ച് പുതിയ കാലഘട്ടത്തെ മനസ്സിലാക്കി സിനിമ ചെയ്തില്ലെങ്കിൽ സിനിമ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ക്വസ്റ്റ്യൻ കൂടി. നമ്മൾ ഇതിനു മുൻപ് മുള്ളംകൊല്ലി വേലായുധനായിട്ട് നമ്മുടെ ലാലേട്ടനെയാണ് കണ്ടത്. മുള്ളംകൊല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരും അതിലാണ് വന്നിട്ടുള്ളൂ. ഈ സിനിമയിലും മിഡ് നൈറ്റ് ഇൻ മുള്ളംകൊല്ലി. അപ്പോൾ ലാലേട്ടനെ കടത്തി വെട്ടുന്ന പോലത്തെ ഒരു പെർഫോമൻസ് ആയിരിക്കും. ഇങ്ങനെയൊക്കെ ചോദിച്ച് നീന്നാറും മോഹൻലാലിനെ കടത്തി വെട്ടാൻ കഴിയുന്ന ആരെങ്കിലും ഇന്ന് ലോകത്തുണ്ടോ? എന്ത് ചോദ്യം! അഭിനയത്തിൽ അദ്ദേഹത്തെ കടത്തി വെട്ടാൻ പറ്റുന്നൊരു അപൂർവമായിരിക്കും ഇന്നല്ലോ വേൾഡിൽ തന്നെ ഉള്ളത്. അതൊരു പക്ഷേ ഡെൻസിൽ വാഷിങ്ടണും ഇവരൊക്കെ കണ്ടാൽ തന്നെ അവർ ലാലേട്ടനെ പോയിരുന്നു. ഇദ്ദേഹം ചെയ്തു വെച്ചേക്കുന്നതൊക്കെ ചെയ്യുന്ന അത്ര എളുപ്പമല്ല, ആർക്കും എളുപ്പമല്ല. അങ്ങനെയൊന്നും നിങ്ങൾ ദയവ് ചെയ്ത് ആരുമായും താരതമ്യം ചെയ്തത്. ഞാൻ ഇതിൻ്റെ ABCD അഭിനയത്തെക്കുറിച്ച് അറിയാതെ സിനിമയിൽ വന്ന് അഭിനയിച്ചപ്പോൾ ആകെ ഒരു സംവിധായകൻ നിലയിൽ ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളുക. എപ്പോഴും കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ കഴിയണം, ആ കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കാൻ കഴിയണം. അവിടെ ഈ കഥാപാത്രമായിട്ട് നിങ്ങൾക്ക് എന്നെ തോന്നണം. നിങ്ങൾക്ക് അഖിൽമാരായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നടനത്തിൽ സമ്പൂർണ്ണ പരാജയമാണ്. ഏതൊരു നടനായാലും ആ നടനെയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നതെങ്കിൽ ആ നടൻ സമ്പൂർണ്ണ പരാജയമാണ്. ആ നടനെ കാണാതിരിക്കുക എന്ന് പറയുന്നിടത്താണ് അയാളുടെ അഭിനയശേഷി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. നടനെ മറന്നു പോകണം. അങ്ങനെ മറന്നു പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഞാൻ കുറച്ചൊക്കെ വിജയിച്ചു എന്ന് പറയാം. പക്ഷേ മുള്ളംകൊല്ലിക്ക് നടനുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ആൻ്റണി ചേട്ടനെ ആൻഡോ ചേട്ടനെ ഞാൻ ഇതുമായിട്ട് കണ്ട സമയത്ത് ഇപ്പോൾ ലിസ്റ്റിന് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ലിസ്റ്റിൻ ചേട്ടൻ ചിറകൊടിഞ്ഞ കിനാക്കൾ എടുത്തപ്പോൾ അഴകിയ രാവണൻ സിനിമയിൽ ആ കഥയാണല്ലോ ചിറകൊടിഞ്ഞ കിനാക്കൾ. അന്ന് ഈ ചിറകൊടിഞ്ഞ കിനാക്കൾ എന്ന് പേരിട്ടതിന് പഴയ പ്രൊഡ്യൂസർ കേസ് കൊടുത്തു. അതായത് ഈ പേര് യൂസ് ചെയ്തുമായിട്ട് ആ സിനിമയുടെ അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടാണ് ഈ ചിറകൊടിഞ്ഞ കിനാക്കൾ ലിസ്റ്റിൻ ചേട്ടൻ ഇറക്കിയെന്ന് ആൻഡോ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആൻ്റണി ചേട്ടൻ പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ മുള്ളംകൊല്ലിക്കൊരു സ്റ്റേ കൊടുക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് നല്ലതാണ്, ചേട്ടന് ദോഷമായിരിക്കും എന്ന് പറയും. അപ്പോൾ പറഞ്ഞു അഖിൽ നെഗറ്റീവാകുന്ന ഒന്നും ഞാൻ ചെയ്യത്തില്ല, വേണ്ടത്. എൻ്റെ മുള്ളംകൊല്ലിയായിട്ട് യാതൊരു ബന്ധവുമില്ല. മുള്ളംകൊല്ലി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു രാത്രിയിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളും അതിനെ തുടർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സന്ദർഭങ്ങളും ഒക്കെ ചേർത്തിണക്കി പോകുന്നൊരു സിനിമയാണ്. എല്ലാവർക്കും സിനിമയോട് ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ചെറിയൊരു പാർട്ടായിട്ടാണെങ്കിലും വലിയൊരു പാർട്ടായിട്ട് നിൽക്കാനാണെങ്കിലും അത് ഈ മൂവിയിൽ ഉടനീളം ഉണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. താങ്ക്സ് ടു ഓൾമൈറ്റി. പിന്നെ എല്ലാം നിങ്ങളുടെ എല്ലാം കയ്യിലാണ്. സപ്പോർട്ട് ചെയ്തൊക്കെ റിലീസിൻ്റെ സമയത്തും കാണുന്ന ടൈമിലും ഉണ്ടാവണം. താങ്ക് യു. ആൻഡ് നൗ ലെറ്റ്സ് വെൽക്കം കൃഷ്ണപ്രിയ. ഹായ്, ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ എൻ്റെയും ഫസ്റ്റ് മൂവിയാണ്. എല്ലാവരും എൻ്റയർ ക്രൂ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എൻ്റെ ഡയറക്ടർ സാറായാലും പ്രൊഡ്യൂസർ, പിന്നെ ക്യാമറ എൽവൻ സർ, കൃഷ്ണമുരളി അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ഭയങ്കര സപ്പോർട്ടീവായ ഒരു ക്രൂ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് മൂവി ആയതുകൊണ്ട്. പക്ഷേ എല്ലാവരും ഇത് ഞാൻ പറഞ്ഞ പോലെ സപ്പോർട്ടീവ് ആയതുകൊണ്ട് നല്ല രീതിയിൽ ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മൂവി കാണുക, സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു. അതുൽ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അതുൽ സുരേഷ്. ഞാനൊരു മോഡലായിരുന്നു. മോഡലിംഗ് വഴിയാണ് ഇപ്പോൾ ആക്ടിങ്ങിലേക്ക് വന്നിരിക്കുന്നത്. എന്നെ ആദ്യമായിട്ട് സിനിമയിൽ പരിചയപ്പെടുത്തിയ നമ്മുടെ ഡയറക്ടർ ബാബു സാർ തന്നെയാണ്. ബാബു സാറിൻ്റെ നേർച്ചപ്പെട്ടി എന്ന സിനിമയിൽ ഒരു ലീഡിങ് റോളിലാണ് ഞാൻ വന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. അപ്പം എന്താ പറയുക, ഇത് ഒരുപാട് പേരുടെ പരിശ്രമത്തിൻ്റെ ഫലം കൂടിയാണ്. ഇതൊരു പലപ്പോഴും പറയുന്നുണ്ട് ഇതൊരു ചെറിയ ബഡ്ജറ്റ് പടമാണ്. ചെറിയ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ പോലും ഇതിൽ ആക്ടിങ് വൈസ് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ട് ഇതൊരു പടമാണ്. ആക്ടേഴ്സിൻ്റെ ഒരു ബഡ്ജറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ളൊരു കോംപ്രമൈസ് ഈ പടത്തിൽ വരുത്തിയിട്ടില്ല. ഇത് വലിയൊരു പടമെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപ കൊടുത്ത് സിനിമ കാണുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാവാത്ത ഒരു സിനിമയായിരിക്കും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളും കൂടെയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് ശ്രീഷ്മ. ഒരുപാട് സന്തോഷം ഇങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന് കാണാൻ പറ്റിയതിലും ഇതിലെ ഒരു ഭാഗമാകാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ബാബു സാറ്, ആസാദ് ഖാൻ, പ്രസീ സർ, ഇതുപോലെയുള്ള വ്യക്തികളുടെ ഒരു കഠിന പ്രയത്നത്തിൻ്റെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കണം ഇത്. എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത് ഈ ഫിലിം വൻ വിജയമാക്കി തീർക്കാൻ സപ്പോർട്ട് മീ. ഓക്കെ,
താങ്ക് യു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. അപ്പോൾ സൈനയിലൂടെയാണ് നമ്മുടെ ട്രെയിലർ നമ്മൾ വരാൻ പോകുന്നത് അല്ലേ? ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഇവിടെ നിന്ന് കണ്ടതുപോലെ ഇനി ഒരിക്കൽ കൂടെ കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എല്ലാവരും കണ്ടു നോക്കുക. ആൻഡ് നമ്മുടെ സോങ്സും ഔട്ട് വരാനുണ്ട് ഇനി. അപ്പോൾ വൺസ് അഗെയിൻ ഇന്ന് ജോയിൻ ചെയ്ത മീഡിയ ടീം ആൻഡ് ഇവിടെ വന്ന എല്ലാ ഗസ്റ്റും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും കാണാം. ഇതുപോലെ നിറഞ്ഞ ഒരു തിയേറ്ററിൽ നമ്മളെല്ലാവരും ചേർന്ന് സിനിമ റിലീസിന് കാണുമെന്ന പ്രതീക്ഷയോടുകൂടി വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ആൻഡ് ഇറ്റ്സ് മീ ബബിത ബഷീർ സൈനിങ് ഓഫ്. താങ്ക് യു.